ടു സ്റ്റുഡന്റ് ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +1 മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ സെറ്റ്സിന്റെ വീഡിയോ അപ്ലോഡഡ് ആണ്, അത് കണ്ടിട്ട് മാത്രമേ ഈ ചാപ്റ്റർ കാണാം കേട്ടോ. അപ്പൊ റിലേഷൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ ഫംഗ്ഷൻസും റിലേഷൻസ് ആണ്, പക്ഷെ എല്ലാ റിലേഷൻസും ഫംഗ്ഷൻസ് അല്ല. ഒരു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു എഴുതാം. 1 2 ഇവിടെ 3 4. ഓക്കെ, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കൊടുത്താൽ മാത്രമാണ് ഇതെന്താവുള്ളൂ, ഒരൊറ്റ മാപ്പിംഗ് മാത്രം എടുത്തിട്ട് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയാം. റിലേഷൻസ് അങ്ങനെ തന്നെ ആവണമെന്നില്ല, ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ഒരുപാട് മാപ്പിംഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാക്ക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതൊരു റിലേഷൻ ആണ്, മനസ്സിലായോ? ഇതൊരു റിലേഷൻ ആണ്. അതായത് 1 2 3 4 ഇതൊരു ഫംഗ്ഷൻ ആണ്, ഇതൊരു റിലേഷൻ ആണ്, ഇതൊരു ഫംഗ്ഷൻ ആണ്. ഇതും ഒരു റിലേഷൻ തന്നെയാണ്, മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ സിക്സാക്ക് ആയി കൊടുത്ത ഒന്നിൽ കൂടുതൽ മാപ്പിംഗ്സ് കൊടുത്താലും അതൊരു റിലേഷൻ ആവും, ഒരൊറ്റ മാപ്പിംഗ് കൊടുത്താലും അതൊരു റിലേഷൻ ആവും. പക്ഷെ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതൊരിക്കലും ഫംഗ്ഷൻ ആവില്ല, ഒരൊറ്റ മാപ്പിംഗ് കൊടുത്തത് മാത്രമേ എന്താവുള്ളൂ, ഫംഗ്ഷൻ ആവുള്ളൂ. ഇതാണ് നമ്മുടെ റിലേഷൻസും ഫംഗ്ഷൻസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ റിലേഷൻസ്, രണ്ട് ടോപ്പിക്സ് ആണല്ലോ ഉള്ളത്. റിലേഷൻസ് പറഞ്ഞൊരു ടോപ്പിക്കും ഉണ്ട്, ഫംഗ്ഷൻസ് പറഞ്ഞ വേറൊരു ടോപ്പിക്കും ഉണ്ട്. റിലേഷൻസിൽ പ്രോബ്ലംസ് ആദ്യം ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഇഫ് കോർഡിനേറ്റ്സ് ആക്കിയിട്ട് തന്നിട്ടുണ്ട് that x/3 + 1, y - 2/3 is equal to 5/3, 1/3. if ഇത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഈ എക്സിന്റെയും വൈന്റെയും വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്, 1/2 മാർക്ക് എനിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത്രയും സിമ്പിൾ ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ x/3 + 1 ഇല്ലേ, ഇതിലെ ആദ്യത്തെ കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു 5/3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കാരണം ഇതും ഈക്വൽ ആണെങ്കിൽ ഇതിലെ ആദ്യത്തെ കോർഡിനേറ്റ് ആയിട്ടുള്ള ഇതും ഇതിലെ ആദ്യത്തെ കോർഡിനേറ്റ് ആയിട്ടുള്ള ഇതും നമുക്ക് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പൊ x/3 + 1 അതായത് ഇതിലെ ആദ്യത്തെ കോർഡിനേറ്റ് ഇസ് ഈക്വൽ ടു ഇതിലെ ആദ്യത്തെ കോർഡിനേറ്റ് ആയിട്ടുള്ള 5/3. ഓക്കെ, നമുക്ക് ഇതിനെ ക്രോസ് ചെയ്യാലോ, ഇതും കൂടെ ക്രോസ് ചെയ്യാം അല്ലേ. x × 1 എത്രയാണ്, x + 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 1 3 is equal to 5/3. ശരിയല്ലേ? ഇനി x + 3 is equal to ഈ 3 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, ദാറ്റ് ഈസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ അല്ലേ. അപ്പൊ എന്തായി, ഡിവൈഡഡ് ബൈ 3 മേലേക്ക് പോകുമ്പോൾ ഇൻറ്റു ആയി. 5 × 3 എത്രയാണ്, ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ 5 × 3 അല്ലേ. 5 × 3 is equal to 15. 15/3 ആയി. 15/3 is equal to എത്രയാണ്, 3 1s are 3, 3 5s are 15, 5 ആണ്. x is equal to ഈ +3 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി, -3 ആയില്ലേ. 5 - 3 എത്രയാണ്, 2 ആണ്. അപ്പൊ x ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 2 എന്ന് കിട്ടി. നമുക്ക് സൈഡ് എഴുതി വെക്കാം, x ന്റെ വാല്യൂ 2 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ക്രോസ് ചെയ്യണം കേട്ടോ, ക്രോസ് ചെയ്യാതെ ഡയറക്റ്റ് ആ +1 അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് തെറ്റും. അടുത്ത നമുക്ക് ഇത് കഴിഞ്ഞു, ഈ കോർഡിനേറ്റും ഈക്വൽ ആണ്, ശരിയല്ലേ? നമുക്ക് ഇതിലൂടെ നമുക്ക് y ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ y - 2/3 is equal to 1/3 നമുക്ക് എഴുതാലോ. എഴുതാൻ പറ്റില്ലേ? ഇനി നമുക്ക് ഇത് ക്രോസ് ചെയ്യാം. y × 3 3y minus 1 × 2 2 divided by 1 × 3 3 is equal to 1/3. മനസ്സിലായില്ലേ? ഇനി 3y - 2 is equal to ഈ ഡിവൈഡഡ് ബൈ 3 ഇതിന്റെ മേലേക്ക് പോകുമ്പോൾ എന്തായി, × 3 ആയി അല്ലേ. അപ്പൊ 3/3 ആയില്ലേ. 3/3 എത്രയാണ്, 1 അല്ലേ. 3y is equal to ഈ -2 ഇങ്ങോട്ട് പോയപ്പോൾ എന്തായി, +2 ആയി. അപ്പൊ 1 + 2 എത്രയാണ്, 3 ആണ്. y is equal to ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ 3/3 ആയി, ഡിവൈഡഡ് ബൈ 3 ആയി, ശരിയല്ലേ. 3/3 ആയി. 3/3 എത്രയാണ്, 1 ആണ്. അപ്പൊ y ന്റെ വാല്യൂ എത്ര കിട്ടി, 1 എന്ന് കിട്ടി. y is equal to 1 എന്ന് കിട്ടി. x ന്റെ വാല്യൂ 2 എന്ന് കിട്ടി, y ന്റെ വാല്യൂ 1 എന്ന് കിട്ടി. നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഭാഗം എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവരും ക്രോസ് ചെയ്യണം എന്നുള്ള ചിന്തയിലേക്ക് പോകില്ല, ഡയറക്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ തോന്നാറുണ്ട്. അങ്ങനെ തോന്നാൻ പാടില്ല, തോന്നിയാൽ ആൻസർ തെറ്റും, ടീച്ചർമാർക്ക് മാർക്ക് ഇടാനും തോന്നില്ല. കഴിഞ്ഞില്ലേ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഹാഫ് മാർക്കൊക്കെ കിട്ടുള്ളൂ, 1 മാർക്കൊക്കെ ചോദിച്ചാൽ ഭാഗ്യം, അത്രയും എളുപ്പമായിട്ടുള്ള ചോദ്യമാണ്. ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. If the set A has 3 elements, A എന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 3 എലമെന്റ്, 3 എലമെന്റ് ഉണ്ട്. ആൻഡ് സെറ്റ് B is equal to, അതായത് A എന്ന എലമെന്റിൽ എത്ര എലമെന്റുകൾ, A എന്ന സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്, n of A എത്രയാണ്, 3 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് the
സെറ്റ് ബി ഈസ് ഈക്വൽ ടു ഒരു സെറ്റ് ആയിട്ടാണ് ബി തന്നിരിക്കുന്നത് അല്ലെ, സെറ്റ് 3 4 5. 3 4 5. Then find the number of element in A cross B. Okay, A cross B യിൽ എത്ര എലമെന്റുകൾ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ A എന്ന് പറഞ്ഞ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്, 3 എലമെന്റ് ഉണ്ട്. B എന്ന സെറ്റിലും എത്ര എലമെന്റ് തന്നെയുണ്ട്, 1 2 3 എലമെന്റ് അല്ലേ ഉള്ളത്. നമുക്ക് എന്താ പറയാൻ പറ്റും, n of B എത്രയാണ്, 3 തന്നെയാണ്. ശരിയല്ലേ, നമുക്ക് എണ്ണി നോക്കി അറിയാലോ 3 ആണ് B എന്ന സെറ്റിലെയും എലമെന്റുകൾ എന്ന് പറയാൻ പറ്റും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n of A cross B ആണ്. A cross B യിൽ എത്ര എലമെന്റുകൾ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇക്വേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് number of relations is equal to n of A into n of B. മനസ്സിലായോ? n of A യിലുള്ള എത്ര എലമെന്റ് ആണോ ഇൻറ്റു n of B യിലുള്ള എലമെന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n of A cross B കണ്ടുപിടിക്കാൻ പറ്റും. ഈ A cross B എന്ന് പറഞ്ഞ റിലേഷൻ തന്നെയാണ്, A യിൽ നിന്നും B യിലേക്കുള്ള റിലേഷൻ. ശരിയല്ലേ? അപ്പൊ n of A cross B നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഫോർമുല മറന്നു പോകരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്കിൽ ചിലപ്പോൾ ചൂസ് കറക്റ്റ് ഓപ്ഷൻ ചിലപ്പോൾ ചോദിക്കാൻ പറ്റുള്ളൂ, ചിലപ്പോൾ പറയാൻ പറ്റില്ല. n of A cross B നമുക്ക് കണ്ടുപിടിക്കാലോ. n of A cross B is equal to n of A എത്രയാണ്, 3 അല്ലേ, ഇൻറ്റു n of B എത്രയാണ്, 3 അല്ലേ. നമുക്ക് എത്ര കിട്ടി, 9 എന്ന് കിട്ടി. അപ്പൊ n of A cross B is equal to 9. ഇക്വേഷൻ മാർക്ക് ചെയ്ത് നമ്പർ ഓഫ് റിലേഷൻസ് is equal to n of A into n of B. അപ്പൊ 3 into 3 9 ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇക്വേഷൻസ് മറക്കരുത് കേട്ടോ, ഈ ഇക്വേഷൻ മറക്കരുത്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് A എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. A ഞാൻ സെറ്റ് എഴുതാം. A is equal to set 1 2. ഓക്കെ, B എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. B is equal to set 3 4. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് A cross B. A cross B എഴുതാനാണ് ചോദ്യം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്, A cross B ആണ്. Okay, write A cross B. How many subsets will A cross B have? A cross B യിലെ എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? നമുക്ക് സബ്സെറ്റിന്റെ കാര്യമൊക്കെ അറിയാം, നമ്മൾ സെറ്റ്സിൽ പഠിച്ചതാണ് സബ്സെറ്റ്സ് ഒക്കെ. ഓക്കെ, ആദ്യം നമുക്ക് A cross B കണ്ടുപിടിക്കാം. എയും ബിയും കൂടെ എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. അതെങ്ങനെ ക്രോസ് ചെയ്യാം, A cross B is equal to set ഓർഡേർഡ് പെയർ അല്ലെങ്കിൽ ബ്രാക്കറ്റിനകത്ത് ഇതിലെ ആദ്യത്തെ എലമെന്റ് ഇതിലെ ആദ്യത്തെ എലമെന്റ് ഏതാണ്, 1 കോമ ഇതിലെ ആദ്യത്തെ എലമെന്റ് ഏതാണ്, 3. ഒരു കോർഡിനേറ്റ് ആയില്ലേ. അടുത്ത കോർഡിനേറ്റ് ഇതിലെ അതേ ആദ്യത്തെ എലമെന്റ് ഇതിലെ രണ്ടാമത്തെ എലമെന്റ് 1, ഇതിലെ രണ്ടാമത്തെ എലമെന്റ് ഏതാണ്, 4. മനസ്സിലായില്ലേ? ഇനി ഇതിലെ കഴിഞ്ഞില്ലേ, ഇതിലെ ഓരോന്നും ഇതുമായിട്ടുള്ള പെയറിംഗ് കഴിഞ്ഞു. നമുക്ക് ഇതിലെ രണ്ടാമത്തെ എലമെന്റ് എടുത്തു, 2 ആണ് രണ്ടാമത്തെ എലമെന്റ് അല്ലെ. ഇതിലെ രണ്ടാമത്തെ എലമെന്റ് ഇതിലെ ആദ്യത്തെ എലമെന്റ്. അടുത്തത് ഇതിലെ അതേ രണ്ടാമത്തെ എലമെന്റ് ഇതിലെയും രണ്ടാമത്തെ എലമെന്റ്. കഴിഞ്ഞില്ലേ? എല്ലാം കൂടെ നമ്മൾ പെയർ ചെയ്തില്ലേ. ഒന്നെടുക്കുക, മറ്റേ സെറ്റിൽ ഓരോന്നായിട്ട് പെയർ ചെയ്യുക. അടുത്തതെടുക്കുക, മറ്റേ സെറ്റിൽ ഓരോന്നായിട്ട് പെയർ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു രണ്ട് സെറ്റുകളുടെ ക്രോസിംഗ് ചെയ്യുക. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയും. രണ്ടും കൂടെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്തിട്ട് എഴുതുന്നത് A cross B നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഒരുപാട് വലിയ സെറ്റുകൾ തരുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇതിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എഴുതാൻ. എന്നാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് എളുപ്പമായിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇനിയാണ് നമുക്ക് അടുത്ത ചോദ്യം, അല്ലെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്തായിരുന്നു, ഹൗ മെനി സബ്സെറ്റ്സ് വിൽ A cross B have? ഈ A cross B ക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. സബ്സെറ്റുകൾ നമുക്ക് സെറ്റ്സ് പോലെ ഇതിൽ എഴുതി ചെയ്യേണ്ട കാര്യമില്ല, എഴുതി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് is equal to 2 raised to n of A into n of B. Number of subsets കണ്ടുപിടിക്കാൻ 2 raised to n of A into n of B which is equal to നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2 raised to n of A എന്താണ്, A യിൽ എത്ര എലമെന്റുകളാണ് ഉള്ളത്, അതാണ് n of A. A യിൽ എത്ര എലമെന്റുകൾ ഉണ്ട്, 2 എലമെന്റുകൾ ഉണ്ട്. അപ്പൊ n of A എത്രയാണ്, 2 ആണ്. ഇൻറ്റു n of B. n of B, B യിൽ എത്ര എലമെന്റുകളാണ് ഉള്ളത്, 2 എണ്ണം അല്ലേ, 1 2 2 2 which is equal to 2 raised to 2 2s are 4. 2 raised to 4 എത്രയാണ്, 16 അല്ലേ. 2 raised to 4 16 ആണ്. കാൽക്കുലേറ്റർ ഒക്കെ അലൗഡ് ആണല്ലോ, അപ്പൊ കുഴപ്പമൊന്നുമില്ല. 2 raised to 4 16 ആണ്. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ്സ് is equal to n of A into n of B ആണ്. നമ്പർ ഓഫ് റിലേഷൻസ് is equal to n of A into n of B. ഇവിടെ 2 raised to വരുന്നുണ്ട്, അതിൽ ഇത് വരുന്നില്ല, ജസ്റ്റ് ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് വ്യത്യാസം കേട്ടോ. ഇത് രണ്ടും നമ്മൾ തിരിഞ്ഞു പോകാതെ
പഠിക്കണം. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ കഴിയും. എളുപ്പമല്ലേ റിലേഷൻസ്? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് എ. ഞാൻ പറഞ്ഞില്ലേ എ ക്രോസ് എ അല്ലെങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞ വേറൊരു പേര് എന്താണ്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയാറുണ്ട്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് എ ഹാസ് 9 എലമെന്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് എയിൽ 9 എലമെന്റുകൾ ഉണ്ട്. എൻഡ് ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് എ ആണ് എത്ര എന്ന് പറയുന്നത്? 9. ഇതിന്റെ എ ക്രോസ് എ ചെയ്താൽ അതിനകത്ത് 9 എലമെന്റുകൾ ഉണ്ട്. എമംഗ് വിച്ച് ആർ ഫൗണ്ട്, ഇതിനകത്ത് ഏതൊക്കെ കാണപ്പെടുന്നുണ്ട്? -1, 0 and 0, 1. ഈ കാർട്ടീഷ്യനിൽ 9 എണ്ണത്തിൽ ഏതോ ഒരു 2 എണ്ണം ഇതും ഇതുമാണ്. മനസ്സിലായോ? നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ഇത് 2 എണ്ണം ഉണ്ട്. ഫൈൻഡ് ദ സെറ്റ് എ. എ എന്ന് പറഞ്ഞ സെറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ആൻഡ് ദ റിമൈനിങ് എലമെന്റ് ഓഫ് എ ക്രോസ് എ. ടോട്ടൽ എ ക്രോസ് എയിൽ 9 എലമെന്റ് അല്ലേ? അവർ 2 എലമെന്റ് തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ എത്ര? 9 ൽ 2 പോയ 7 എലമെന്റ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നാമത്തെ ചോദ്യം. പ്ലസ് എ എന്ന സെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? നമ്മൾക്കറിയാം 9 എലമെന്റ് ആണ് എ ക്രോസ് എയിൽ ഉള്ളത്. അതായത് നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് റിലേഷൻസ് ആണല്ലോ ഈ എ ക്രോസ് എയിലെ n എന്ന് പറയുന്നത്. നമ്പർ ഓഫ് റിലേഷൻസ് ആണ് 9 എന്ന് പറയുന്നത്. നമ്പർ ഓഫ് റിലേഷൻസിന് ഒരു ഫോർമുല ഉണ്ടല്ലോ. എന്താണ്? n ഓഫ് a ഇൻറ്റു n ഓഫ് b അല്ലേ? n ഓഫ് a ഇൻറ്റു n ഓഫ് b ആണല്ലോ നമ്പർ ഓഫ് റിലേഷൻസ്. ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? n ഓഫ് a ഇൻറ്റു n ഓഫ് b അല്ലേ? നമ്മൾക്ക് ഇവിടെ a ക്രോസ് a ആണ്. രണ്ട് സെറ്റിന്റെ പേരും a തന്നെയാണ്. b എന്ന് പറഞ്ഞ സെറ്റ് ചോദ്യത്തിൽ ഇല്ല. അപ്പൊ ഈ bക്ക് വരെ നമ്മൾ എന്ത് കൊണ്ടുവരാം? a നെ കൊണ്ടുവരാം അല്ലേ? n ഓഫ് a ഇൻറ്റു n ഓഫ് a എത്രയാണ്? 9 എലമെന്റ് ആണ്. ഏതൊക്കെ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 9 കിട്ടുക? 3 ഉം 3 ഉം അല്ലേ? 3 ഉം 3 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താലേ 9 കിട്ടുള്ളൂ അല്ലേ? അതിനർത്ഥം എന്താണ്? a എന്ന സെറ്റിൽ എത്ര എലമെന്റുകൾ ഉണ്ട് എന്നാണ് അർത്ഥം? 3 എലമെന്റുകളാണ്. അതായത് x y z എന്ന് പറഞ്ഞ ഏതോ 3 എലമെന്റുകളാണ് എയിൽ ഉള്ളത്. ഇത് 2 തവണ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ 9 എണ്ണം ഉള്ളൊരു സെറ്റ് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ x ഏതാണ്, എക്സിന്റെ വാല്യൂ, y ഏതാണ്, z ഏതാണ് കണ്ടുപിടിക്കണം. അതല്ലേ ഈ സെറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ ഇവര് 2 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും എ ക്രോസ് എയിൽ വരുന്ന 2 കോർഡിനേറ്റുകൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഇതിനകത്ത് ഏതൊക്കെ വാല്യൂസ് വരുന്നുണ്ട്? -1 വരുന്നുണ്ട്, 0 വരുന്നുണ്ട്, ഇവിടെ ഒരു 1 വരുന്നുണ്ട്. 3 എലമെന്റുകൾ കിട്ടിയില്ലേ? 3 എലമെന്റ് അല്ലേ? അതായത് എ എന്ന സെറ്റിൽ 3 എലമെന്റ് അല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞു x y z എന്ന് പറഞ്ഞ 3 എലമെന്റുകളാണ് എയിലുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സിന്റെയും വൈന്റെയും സെറ്റിന്റെയും വാല്യൂ നമുക്ക് എന്ത് എഴുതാം? -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. ശരിയല്ലേ? -1 0 1. മനസ്സിലായോ? ഇങ്ങനെയാണ് എ എന്ന സെറ്റ് കണ്ടുപിടിച്ചത്. ഈ എയും ഈ ഒരു എയും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 എലമെന്റ് ഉള്ള എ ക്രോസ് എ നമുക്ക് കിട്ടും. മനസ്സിലായോ? എ എന്ന സെറ്റ് ഞാൻ എഴുതട്ടെ. എങ്ങനെയാണ് കിട്ടിയതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എ എന്ന സെറ്റ് ഞാൻ എഴുതാം. എ ഇസ് ഈക്വൽ ടു സെറ്റ് എത്രയാണ്? -1 0 1. മനസ്സിലായില്ലേ? ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. എ എന്ന സെറ്റ് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഇവിടെ 2 എലമെന്റുകൾ എ ക്രോസ് എയിൽ 2 എലമെന്റുകൾ തന്നിട്ടുണ്ട്. ഇനി ബാക്കി 7 എലമെന്റ് കൂടെ നമ്മളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എ ക്രോസ് എ നമുക്ക് ഇവിടെ ചെയ്യാല്ലേ? അത്രയല്ലേ നമുക്ക് ചെയ്യേണ്ടത്? എ ക്രോസ് എ നമുക്ക് കണ്ടുപിടിക്കാം. എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ 2 തവണ എ എഴുതുക അല്ലേ? എ ക്രോസ് ബി എങ്ങനെ ചെയ്തത്? എയും എഴുതി ബിയും എഴുതി. ഇതിൽ എ ക്രോസ് എ എന്ന് പറയുമ്പോൾ 2 തവണ നമ്മൾ എ എഴുതി അല്ലേ? നമുക്ക് എ ക്രോസ് എ കണ്ടുപിടിക്കാലോ. എ ക്രോസ് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ. ഇതിലെ ആദ്യത്തെ എലമെന്റ്, ഇതിലെ ആദ്യത്തെ എലമെന്റ്, ഇതിലെ ആദ്യത്തെ എലമെന്റ്, ഇതിലെ രണ്ടാമത്തെ എലമെന്റ്, ഇതിലെ ആദ്യത്തെ എലമെന്റ്, ഇതിലെ മൂന്നാമത്തെ എലമെന്റ്. ഓക്കെ? ഇനി ഇതിലെല്ലാം കഴിഞ്ഞില്ലേ? ഇതുമായിട്ട് ഇത് 3 നമ്മൾ പെയർ ചെയ്തു അല്ലെ? ഇനി ഇതിലെ രണ്ടാമത്തെ എലമെന്റ് എടുക്കൂ. 0 എടുത്തു. 0 ഇതിലെ രണ്ടാമത്തെ എലമെന്റ്, ഇതിലെ ആദ്യത്തെ എലമെന്റ്, ഇതിലെ രണ്ടാമത്തെ എലമെന്റ്, ഇതിലെയും രണ്ടാമത്തെ എലമെന്റ്, ഇതിലെ രണ്ടാമത്തെ എലമെന്റ്, ഇതിലെ ലാസ്റ്റത്തെ എലമെന്റ്. ഇനി ഇതിലെ 1 കൂടെ ഇല്ലേ? 1 എങ്ങനെ ചെയ്യാം? 1 എഴുതി ഇവിടുത്തെ -1, 1 എഴുതി ഇവിടുത്തെ 0 1 1. മനസ്സിലായോ? ഇതാണ് എ ക്രോസ് എ. ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ എലമെന്റ്സ്. ഇതല്ലാതെയുള്ള എലമെന്റുകൾ എഴുതാൻ പറഞ്ഞു. -1 ഉം 0 ഉം. -1 0 ഇത് നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് മാറ്റാം. 0 1 ഇതാ, ഇതും അവർ തന്നിട്ടുണ്ട്. നമ്മൾ ഇതും വായിച്ചു. അപ്പൊ എന്തായി? 7 എലമെന്റുകളായില്ലേ? ടോട്ടൽ 9 എലമെന്റിൽ 2 എണ്ണം നിന്നിട്ട് ബാക്കി എഴുതാൻ പറഞ്ഞു. 1 2 3 4 5 6 7 7 എലമെന്റ് കണ്ടുപിടിച്ചു. അങ്ങനെ നിങ്ങൾ ഇതും ഇവിടെ എഴുതുകയാണെങ്കിൽ ടീച്ചർമാർ തെറ്റിക്കുന്നു, മാർക്ക് ഇടാതെ ഒന്നും ഇരിക്കില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടു ദി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇമ്പോർട്ടന്റ് ആയിട്ട് കോമൺ സെൻസ് യൂസ്
യൂസ് ചെയ്ത് അറിയേണ്ടത് എ എന്ന സെറ്റ് ആദ്യം കണ്ടുപിടിക്കാൻ അറിയണം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എ കിട്ടാൻ പറ്റും. എ ക്രോസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.